നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ മതേതര സംസ്കാരത്തിന് BJP ഗവൺമെന്റ് അപമാനമാണെന്നും RJD ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ RJD തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബപരമായ ആവശ്യത്തിനാണ് രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. CPMന് ഇത് സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല, വിവാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും CB വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു. രാജേന്ദ്രൻ CPM വിട്ട് BJPയിലേക്ക് പോകില്ലെന്നാണ് കരുതുന്നതെന്ന് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. മുത്തശ്ശിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്ക് ജീവപര്യന്ത കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മംഗളം ആനക്കുളം റോഡിൽ പേമരം വളവിൽ അപകടത്തിൽപ്പെട്ട ട്രാവലർ കൊക്കയിൽ നിന്നും ഉയർത്തി. കൂറ്റൻ ക്രെയിനിന്റെ സഹായത്താൽ ഇന്നലെ വൈകുന്നേരമാണ് വാഹനം കൊക്കയിൽ നിന്നുയർത്തി റോഡിൽ എത്തിച്ചത്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ മതേതര സംസ്കാരത്തിന് BJP ഗവൺമെന്റ് അപമാനമാണെന്നും RJD ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ RJD തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ ഭവനിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് പ്രകടനം നടത്തിയ ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞ എടുത്ത ശേഷം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കോപ്പി കത്തിക്കുകയും ചെയ്തു. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യവ്യാപകമായി RJD നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലെന്ന മുദ്രാവാക്യമുയർത്തി തൊടുപുഴയിലും സമരം നടത്തി. RJD ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മതേതര ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ലോകരാജ്യങ്ങളിൽ അഭിമാനമായ ഇന്ത്യക്ക് അപമാനകരമായ പരിഷ്കാരങ്ങൾക്കാണ് നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും രാജ്യത്തിന്റെ മതേതര സംസ്കാരത്തിന് BJP ഗവൺമെന്റ് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ പൈതൃക നിയമം അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ പോലും താറുമാറാക്കി പുതിയ ഭരണഘടന രൂപീകൃതമാക്കുവാൻ വേണ്ടിയുള്ള ഉത്സുക നീക്കമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. മതേതരത്വം എന്ന മഹത്വരമായ മുദ്രാവാക്യം ഈ രാജ്യത്തെ കുഴിച്ചു മൂടുവാൻ വേണ്ടി BJP നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുതന്ത്രങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്ന തിരിച്ചറിവുകൊണ്ടാണ് കേരളത്തിലെ രാജ്യത്തെ RJD പ്രവർത്തകർ രാജ്യത്തുടനീളം ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിക്കുക. കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും പ്രതിഷേധ സൂചകമായി ഇത്തരത്തിൽ പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എല്ലാ നിയോജകമണ്ഡലങ്ങളും നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് ആദ്യമായി ഇതിൻ്റെ ഭരണഘടന ബാധിക്കണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ആമുഖം വായിക്കുകയാണ്. അതെല്ലാവരും ഏറ്റുവായിക്കുക. അതിനുശേഷം നമുക്ക് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കോപ്പി കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. പെൻഷൻ ഭവനിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് പ്രകടനം നടത്തിയ ശേഷം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ച് പ്രതിജ്ഞയെടുത്ത ശേഷം പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കോപ്പി കത്തിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഭാരതമണ്ണ് BJP ഭാരതമണ്ണ് സിന്ദാബാദ് സിന്ദാബാദ് മോദി ഭരണം തുലയട്ടെ സമരം സിന്ദാബാദ് സിന്ദാബാദ് രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുമെന്നും സാഹോദര്യം എല്ലാവരിലും നടപ്പിലാക്കുമെന്നും നിശ്ചയം ചെയ്തുകൊണ്ട് കൊച്ചറ മോഹനൻ നായർ, MA ജോസഫ്, ജോൺ തോട്ടം, MK ജോസഫ്, എബി കുര്യാക്കോസ്, OJ ജോസഫ്,
ജോൺസൺ ടി ചാക്കോ, കെ ദിലീപ് കുമാർ, വിൻസെന്റ് കട്ടിമറ്റം, ബിറ്റാജ് ജോസഫ്, ബിജു വർഗീസ്, AJ റോയ്, ശ്രീകല വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ബിജു തങ്കപ്പൻ, സോമശേഖരൻ നായർ, CS സീസ, TM ഷെരീഫ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മണക്കാട് നെല്ലിക്കാവ് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി ഉമേഷ് കേശവൻ നമ്പൂതിരി ശ്രീമൂലസ്ഥാനത്ത് ഭദ്രദീപം കൊളുത്തിയതോടെ ഉത്സവ ആഘോഷങ്ങൾ ആരംഭിച്ചു. മുടിയേറ്റ്, താലപ്പൊലി, പൂമൂടൽ, കുംഭക്കുടം ഘോഷയാത്ര, ദേശഗുരുതി, മകം തൊഴൽ, കരകനൃത്തം, ചെണ്ടമേളം, നാടകം, തിരുവാതിര തുടങ്ങിയ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കും. 25-ന് ഉത്സവം സമാപിക്കും. ഏപ്രിൽ 12-ന് ഭദ്രകാളി പ്രതിഷ്ഠാ ദിനവും 23-ന് ശ്രീ ഹനുമത് ജയന്തിയും ആഘോഷിക്കും. മണക്കാട് നെല്ലിക്കാവ് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനപ്പൂര മഹോത്സവം ആരംഭിച്ചു. ക്ഷേത്ര മേൽശാന്തി ഉമേഷ് കേശവൻ നമ്പൂതിരി ശ്രീമൂലസ്ഥാനത്ത് ശ്രീഭദ്രദീപം കൊളുത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. മുടിയേറ്റ്, താലപ്പൊലി, പൂമൂടൽ, കുംഭകുട ഘോഷയാത്ര, ദേശഗുരുതി, മകം തൊഴൽ, കരകനൃത്തം, ചെണ്ടമേളം, നാടകം, തിരുവാതിരകളി, ഭജന, നൃത്തനൃത്യങ്ങൾ, നർത്തകിയും TV ചാനൽ അവതാരികയുമായ ശാലു മേനോനും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തനാടകം, രൗദ്രമുഖി തുടങ്ങി വിവിധ ചടങ്ങുകളും കലാപരിപാടികളും 5 ദിവസങ്ങളിലായി നടക്കും. 5-ന് ഉത്സവം സമാപിക്കും. ഏപ്രിൽ 12-ന് ഭദ്രകാളി പ്രതിഷ്ഠാ ദിനവും 27-ന് ശ്രീ ഹനുമത് ജയന്തിയും ആഘോഷിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മൂലസ്ഥാനത്ത് മേൽശാന്തി ഉമേഷ് നമ്പൂതിരിപ്പാട് ദീപം തെളിയിച്ചതോടുകൂടി ഉത്സവത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് ദിനേശ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള സർപ്പപൂജ. നാളെ മകം ദിവസമാണ്. രാവിലെ 11 മണിക്ക് മകം തൊടൽ. വൈകിട്ട് മണക്കാട് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര, താളമേളങ്ങളുടെയും കരകനൃത്തത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടിയുള്ള താലപ്പൊലി ഘോഷയാത്രയാണ് നാളെ നടക്കുന്നത്. തുടർന്ന് ക്ഷേത്രത്തിൽ പൂമൂടൽ. ഈ തിരുവുത്സവത്തിൻ്റെ ഭാഗമായി ഏപ്രിൽ 12-ാം തീയതി ഭദ്രകാളി പ്രതിഷ്ഠാ ദിനം സമുചിതമായി ആഘോഷിക്കപ്പെടുന്നു. തുടർന്ന് ഏപ്രിൽ 23-ാം തീയതി ഹനുമൽ ജയന്തി. രാവിലെ മുതൽ അഖണ്ഡ രാമായണ പാരായണത്തോടുകൂടി ക്ഷേത്രത്തിന് നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുടുംബപരമായ ആവശ്യത്തിനാണ് രാജേന്ദ്രൻ പ്രകാശ് ജാവേദ്കറെ കണ്ടതെന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. CPMന് ഇത് സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല. വിവാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും CB വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു. മാർച്ച് 31 മുതൽ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും CB വർഗീസ് വ്യക്തമാക്കി. രാജേന്ദ്രന്റെ കുടുംബപരമായ ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് ജാവേദ്കറെ കാണാൻ വേണ്ടി പോയതാണ്. അതിനകത്ത് യാതൊരു വിധമായ രാഷ്ട്രീയ മാനവും കൊടുക്കേണ്ടതില്ല. ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കും. CPMനകത്ത് തുടരുമെന്ന് രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി ഇന്നലെ ആ BJP നേതാവിനെ കണ്ടിട്ടുള്ള എല്ലാ വാദങ്ങളും അവസാനിച്ച കാര്യമാണ്. അതിനകത്ത് മറ്റെന്തെങ്കിലും ആശങ്ക CPMനെ സംബന്ധിച്ചിടത്തില്ല. ഇന്നലെ തന്നെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറമായി ഏതെങ്കിലും ഈ വിഷയത്തിൽ ഒരു മാനവും കൊടുക്കേണ്ട കാര്യമില്ല. രാജേന്ദ്രൻ 1-2 ദിവസം അദ്ദേഹത്തിൻ്റെ വൈഫിന് കുടുംബപരമായ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പോകണം. 31-ാം തീയതി മുതൽ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ടാവും. DM കുര്യാക്കോസിനോട് AK ആന്റണി തന്നെ പറഞ്ഞിരുന്നല്ലോ, പകല് കതറും രാത്രി കാവ്യവസ്ത്രവുമാണ് എന്നുള്ളത് AK ആന്റണി തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മകൻ തന്നെ BJP, അത് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കൊടുത്തത്. പിന്നെ DM കുര്യാക്കോസ് തന്നെ പറഞ്ഞല്ലോ, BJP അങ്ങനെ എതിർക്കേണ്ട ഒരു പാർട്ടിയല്ല എന്ന് പറഞ്ഞല്ലോ. അതിനർത്ഥം ജയിച്ച് എന്നാൽ വേണ്ടി വന്നാൽ ഞാൻ BJPയിലേക്കും വരാൻ തയ്യാറാണെന്ന് DM കുര്യാക്കോസ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് DM കുര്യാക്കോസ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള ആളുകളൊക്കെ പോകാതിരിക്കാൻ നോക്കിയാൽ മതി. ഞങ്ങൾക്കൊരാശങ്കയില്ല. ഇപ്പൊ പത്മജ വേണുഗോപാൽ പോയി, അനിൽ ആന്റണി പോയി. ഇനിയിപ്പം ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലൂടെ ഒരാൾ പോയാൽ സ്വാഭാവികമായും ത്രിമൂർത്തികളായ കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാ കുടുംബത്തിന്റെ ആതിഥ്യയുടെ ഉണ്ടാവും. അതുകൊണ്ട് ആ കാര്യത്തിലുള്ള സാന്നിധ്യം ഉണ്ടാവും. അതുകൊണ്ട് ആരും നിലപാടെടുത്താൽ മതി. ഞങ്ങളുടെ കാര്യത്തിൽ DM കുര്യാക്കോസ് ഉത്കണ്ഠപ്പെടേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നവർ പോകാതിരിക്കുക. അദ്ദേഹം തന്നെ ഇപ്പം മാറ്റം തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് BJPയെ അങ്ങനെ എതിർക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞതിനർത്ഥം എന്തെങ്കിലും സാധ്യത വന്നാൽ അങ്ങോട്ടൊരു കണ്ണ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് ഉദാഹരണം. ഡീൻ കുര്യാക്കോസിനെതിരെ MM മണിയുടെ പരാമർശം സ്വാഭാവികം മാത്രമാണ്. കോൺഗ്രസ് നേതാവ് AK ആന്റണി ഡീൻ കുര്യാക്കോസിനോട് പറഞ്ഞിട്ടുണ്ട്, പകൽ ഖദറും രാത്രി കാവ്യവുമാണ് നല്ലതെന്ന്. മകനെ BJPയിൽ എത്തിച്ചതും ആന്റണിയാണ്.
പത്മജ പോയി ഇനിയും ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്നും ഒരാൾ കൂടി BJP-യിലെത്തിയാൽ അക്കാര്യം പൂർത്തിയാകുമെന്നും CV വർഗീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് കോതമംഗലം കുട്ടമ്പുഴയിലെ വിവിധ ആദിവാസി ഊരുകളിലും വടാട്ടുപാറ മേഖലയിലും പര്യടനം നടത്തി. പ്രദേശത്ത് ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ആന്റണി ജോൺ MLA, FIT ചെയർമാൻ R. അനിൽകുമാർ, MBI ചെയർമാൻ EK ശിവൻ തുടങ്ങിയവരും അദ്ദേഹത്തിനോടൊപ്പം പര്യടനത്തിൽ പങ്കെടുത്തു. ഇടുക്കി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിലും വടാട്ടുപാറ മേഖലയിലും പര്യടനം നടത്തി. ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥിയോടൊപ്പം ആന്റണി ജോൺ MLA, FIT ചെയർമാൻ R. അനിൽകുമാർ, MPI ചെയർമാൻ EK ശിവൻ, CPIM ഏരിയ സെക്രട്ടറി KA ജോയ്, CPIM മണ്ഡലം സെക്രട്ടറി PT ബെന്നി, തോമസ് തൊമ്പ്ര, ജിജി പുളിക്കൻ, സാജൻ അമ്പാട്ട്, ലാസർ വടക്കൻ, KK ശിവൻ, KK ഗോപി, KT പൊന്നച്ചൻ, ഡെയ്സി ജോയ്, MK രാമചന്ദ്രൻ, PK പൗലോസ്, വിനോദ് KM തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. S. രാജേന്ദ്രൻ CPM വിട്ട് BJP-യിലേക്ക് പോകില്ലെന്നാണ് കരുതുന്നതെന്ന് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി M. മണി. മറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഇപ്പോഴല്ല, വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് പോയതെന്നാണ് അറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങളിങ്ങനെ പറയുന്നുണ്ട്, രാജേന്ദ്രൻ BJP പോകുന്നൊന്നും ഞാനിട്ട് കരുതുന്നുമില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോകുമെന്ന് കരുതുന്നില്ല. പിന്നെ ആരെങ്കിലും കണ്ടു പറഞ്ഞു, ഇപ്പം കോൺഗ്രസിൻ്റെ നേതാവ് എന്നെ M. മണിയെ കണ്ടു എന്നും പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പോയി എന്നർത്ഥമുണ്ടോ? ഇനി ആരെങ്കിലും പോവുകയോ കാണുകയോ ചെയ്ത് കാണുമായിരിക്കും, അതൊന്നും എനിക്കറിയില്ല. അയാൾ പാർട്ടി വിട്ടു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ബാക്കി നമുക്ക് പിന്നാലെ പാക്കാൻ. ഇന്നലെ വലിയൊരു നേതാവിൻ്റെ അടുത്ത് പോയാലുള്ള ചർച്ച നടത്തി. അങ്ങനെ ആരെയെല്ലാം കാണുന്നു. പിന്നെ ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ ആയിട്ട് ചർച്ച നടത്താറുണ്ടല്ലോ, കാണാറുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസിൽ പോയിരുന്നാണ്. അതില്ല, അയാൾ ഇന്ന് അത് ഇപ്പം എങ്ങാണ്ട് വാർത്ത വന്നിട്ടുണ്ടോ എന്ന്. അയാളെ കാണാൻ പോയത് എന്തെങ്കിലും നിർബന്ധം കൊണ്ട് പോയതാണ്, ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. പോകില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് പുള്ളിയോട് ചോദിച്ചത്. അയാൾ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ പദ്ധതിയുടെ ഭാഗമായി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട പെൺകുട്ടികളെ കൈപിടിച്ചുയർത്തുന്നതിൽ സുദീർഘമായ സേവനം കാഴ്ചവെച്ച ഇടുക്കി പൂമാല ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഉഷാകുമാരി CS-ന് സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ അവാർഡ് ലഭിച്ചു. വയനാട് ഡയറ്റ് ലെക്ചർ ഡോക്ടർ മനോജ് കുമാർ ടീം അവാർഡ് നേടി. കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ ചേംബറിൽ വച്ച് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ R. രേണുരാജിൽ നിന്നും ഇരുവരും പുരസ്കാരം ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിനായി ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് ചെയ്തപ്പോൾ പ്രതിബന്ധങ്ങളെല്ലാം നേരിട്ട് ചങ്കുറപ്പോടെയും ആത്മാർത്ഥമായും അർത്ഥവത്തായും പൂർത്തിയാക്കിയപ്പോൾ അത് ജില്ല ഏറ്റെടുത്തു. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ പരിപാടിക്ക് നേതൃത്വം നൽകിയ ഇടുക്കി ജില്ലയിലെ പൂമാല ട്രൈബൽ സ്കൂൾ അധ്യാപിക ഉഷാകുമാരി CS-നും വയനാട് ഡയറ്റ് നടത്തിയ ഗവേഷണ പഠന റിപ്പോർട്ട് പ്രകാശനം ചെയ്യുകയും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പരിപാടിയുടെ ഭാഗമായി ഗോത്ര വിദ്യാർത്ഥികളുടെ ജില്ലയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി പ്രവർത്തിച്ച വയനാട് ഡയറ്റ് ലെക്ചറർ ഡോക്ടർ മനോജ് കുമാർ ടിക്കും സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ അവാർഡ് ലഭിച്ചു. കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ ചേംബറിൽ വെച്ച് വയനാട് ജില്ലാ കളക്ടർ ഡോക്ടർ R. രേണുരാജിൽ നിന്നും ഇരുവരും പുരസ്കാരം ഏറ്റുവാങ്ങി. കേന്ദ്ര സർക്കാർ പദ്ധതിയായ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായിട്ട് വനിതാ ശിശു വികസന വകുപ്പും വയനാട് ഡയറ്റും ചേർന്ന് സംയുക്തമായിട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട പെൺകുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ആദിവാസി കുടികളിലുള്ള 14-നും 18-നും ഇടയിൽ വയസ്സിൽ പ്രായമുള്ള പണിയ, കുറിച്യ, കാട്ടുനായ്ക്ക തുടങ്ങിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ അവരെ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു. അതിൽ എനിക്ക് കൂടി കണ്ണിയാകാൻ കഴിഞ്ഞു. അതിനുവേണ്ടി വയനാട് ഡയറ്റിലെ ഡോക്ടർ മനോജ് മാഷ് അദ്ദേഹമാണ് എന്നെ അങ്ങോട്ട് ക്ഷണിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ പെൺകുട്ടികളുടെ ഉന്നമനത്തിനായിട്ട് അവരെ കുടികളിൽ നിന്നും എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വിഷമകരമായ ഘട്ടത്തിലൂടെ കടന്നു വന്ന് 3 ഘട്ടമായിട്ട്
ആ ഒരു പ്രോഗ്രാം നടത്തുകയും ആദ്യഘട്ടത്തിൽ ആ പെൺകുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലേക്ക് എത്തിക്കുന്ന ആ ഒരു നടപടി കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിൽ അവർക്ക് വേണ്ട തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ, അതായത് സോപ്പ് നിർമ്മാണം, പിന്നെ ക്രാഫ്റ്റ് ആർട്ട് വർക്കുകൾ, നെറ്റിപ്പട്ട നിർമ്മാണം, പിന്നെ ലോഷൻ, LED ബൾബ്, സൈക്ലിങ്, ഇതുപോലെയുള്ള ഇതെല്ലാം ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും അതിൻ്റെ ഫലമായി ഈ കുട്ടികൾ ഒരു വരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് അവരെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കുട്ടികളായിട്ട് വാർത്തെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവരെ ഒരു ആർട്ടിസ്റ്റിക് പ്രോഗ്രാം, അതായത് ഈ സമൂഹത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഡാൻസ് ഫോം കൊറിയോഗ്രഫി ചെയ്ത് അത് വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ മുക്കിലും മൂലയിലുമായിട്ടുള്ള 10 ഇടങ്ങളിൽ ഈ പെൺകുട്ടികളെ കൊണ്ട് തന്നെ ഒരു പ്രോഗ്രാം നടത്തിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. എല്ലാവർക്കും നന്ദി. പൂമാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HM ആണ് ഞാൻ. പേര് രജനി. നമ്മുടെ ഉഷ ടീച്ചർ ഈയിടെ വയനാട് ജില്ലയിൽ അവാർഡിന് അർഹയായി. നമ്മളെ സംബന്ധിച്ച് പൂമാല സ്കൂളിലെ ഏറ്റവും അഭിമാനകരമായ ടീച്ചറാണ് ഉഷ ടീച്ചർ. അപ്പം കൃത്യമായി പറഞ്ഞാൽ ടീച്ചർ സ്കൂളിലെ ഒരു 40 കുട്ടികൾക്ക് മാത്രമല്ല സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു അധ്യാപിക കൂടിയാണ് ഉഷ ടീച്ചർ. അപ്പം ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ ടീച്ചറിനെ ഇനിയും തേടി വരേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ ഇപ്പം സ്കൂളിലൊരു പ്രൊഡക്ഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അതിൽ കുട്ടികളെ മാത്രമല്ല അവരുടെ രക്ഷിതാക്കളെയും കൂടി കുടുംബത്തിലെ അംഗങ്ങളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നത് ടീച്ചറാണ്. അതിനേക്കാളുപരി SPCയുടെ ACP ആണ്. അതിലും ടീച്ചർ തൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ടീച്ചറിനെ തേടി വരാൻ ഇടയുണ്ട്. അതിനുള്ള അംഗീകാരം ടീച്ചറിന് കിട്ടേണ്ടതാണ്. ഇതുപോലെയുള്ള അംഗീകാരങ്ങൾ ഇനിയും ടീച്ചറിന് ഉണ്ടാവട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. മുത്തശ്ശിയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. വണ്ണപ്പുറം കൂവപ്പുറം ആറുവങ്കിൽ സിറ്റി പുത്തൻപുരയ്ക്കൽ വേലായുധന്റെ ഭാര്യ പാപ്പിയമ്മയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പാപ്പിയമ്മയുടെ മകന്റെ മകൻ ശ്രീജേഷിനെയാണ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 2020 മെയ് 14 രാത്രി 10ഓടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി ശ്രീജേഷും അച്ഛൻ ശ്രീധരനും അമ്മ പാപ്പിയമ്മയും താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് പാപ്പിയമ്മയുടെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തുടർന്ന് ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും കളയർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് തീയണച്ച ശേഷം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ പാപ്പിയമ്മയെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലിരിക്കെ 18-നായിരുന്നു മരണം. കേസിൽ 26 സാക്ഷികളെ വിസ്തരിച്ചു. സാഹചര്യ തെളിവുകളുടെയും പാപ്പിയമ്മയുടെ മരണമൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. ശാസ്ത്രീയ തെളിവുകൾ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയും നിർണായകമായി. 14/5/2020 രാത്രി 10 മണിക്ക് പ്രതി അവൻ്റെ അച്ഛൻ്റെ അമ്മ പാപ്പിയമ്മയെ മണ്ണെണ്ണ വെച്ച് തീ കൊളുത്തി. ഉച്ചകെട്ട് ഓടി വന്ന നാട്ടുകാരും പോലീസുകാരും കളയർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും തീ അണച്ച ശേഷം അവരെ ആദ്യം തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി. അവിടെ വെച്ച് അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. പ്രതിയെ IPC 302 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും കൂടാതെ 20,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഈ കേസിൽ സയൻറ്റിഫിക് എവിഡൻസും കൂടാതെ ശാസ്ത്രീയ തെളിവുകളും മെഡിക്കൽ എവിഡൻസും നിർണായകമായിരുന്നു. പിന്നെ ഡൈൻ ഡിക്ലറേഷനും മരിച്ച പാപ്പിയമ്മയുടെ ഡൈൻ ഡിക്ലറേഷനും നിർണായകമായിരുന്നു. കാളിയാർ SI ആയിരുന്ന VC വിഷ്ണുകുമാർ രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തിയ കേസിൽ CI B പങ്കജാക്ഷനാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എബിൾ C കുര്യൻ ഹാജരായി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മാങ്കളം ആനക്കുളം റോഡിൽ പേമരം വളവിൽ അപകടത്തിൽപ്പെട്ട ട്രാവലർ കൊക്കയിൽ നിന്നും ഉയർത്തി. കൂറ്റൻ ക്രെയിൻ്റെ സഹായത്താൽ ഇന്നലെ വൈകുന്നേരമാണ് വാഹനം കൊക്കയിൽ നിന്നുയർത്തി റോഡിലെത്തിച്ചത്. അപകടത്തിൽ 4 പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ സംഘം യാത്ര ചെയ്തിരുന്ന വാഹനം മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവിൽ അപകടത്തിൽപ്പെട്ടത്. ട്രാവലർ 100 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. കൊക്കയിലേക്ക് പതിച്ച വാഹനം ഇന്നലെ വൈകുന്നേരം ഉയർത്തി. കൂറ്റൻ ക്രെയിനിന്റെ സഹായത്താൽ വാഹനം കൊക്കയിൽ നിന്ന് ഉയർത്തി റോഡിലെത്തിച്ചു.
പാതയോരത്തെ ക്രാഷ് ബാരിയറും തകർത്തായിരുന്നു ട്രാവലർ കൊക്കയിലേക്ക് പതിച്ചത്. പാറക്കല്ലുകൾ നിറഞ്ഞ ഭാഗത്തായിരുന്നു വാഹനം കിടന്നിരുന്നത്. മുൻഭാഗം പാറക്കല്ലുകളിലും പിൻഭാഗം മരത്തിലും തങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ വാഹനം പൂർണ്ണമായി തന്നെ തകർന്നു. അപകടത്തിൽ 4 പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. 10-ലധികം പേർക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മാങ്കുളം. LDF അറക്കുളം മേഖലാ കൺവെൻഷൻ അറക്കുളം ആസ്കോ ബാങ്ക് ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടത്തി. റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സിബി മാളിയൽക്കലിന്റെ അധ്യക്ഷതയിൽ ടി രതീഷ്, വിനോബ, AK ശശി, അജീഷ് തോമസ്, ശങ്കർ വിജയൻ, ബേവിച്ചൻ കുഴിഞ്ഞാലി, ജോസ് എടക്കര, പോൾ ഐസക് എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി. LDF അറക്കുളം മേഖലാ കൺവെൻഷൻ അറക്കുളം ആസ്കോ ബാങ്ക് ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടത്തി. സിബി മാളിയേക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ കൺവെൻഷന്റെ ഉദ്ഘാടനം റോമിയോ സെബാസ്റ്റ്യൻ നിർവഹിച്ചു. ഒരു മാർഗമേതാണ് ഏറ്റവും നല്ല മാർഗം? ബിജെപിയുടെ മാർഗം വംശീയ വിദ്വേഷം വളർത്തുക. വംശീയ വിദ്വേഷത്തിലൂടെ, വർഗീയതയിലൂടെ താങ്കളുടെ ആധിപത്യം ഉറപ്പിക്കുക. അതിനാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. എല്ലാ പണിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ബിജെപി പറയാണ് 2024 തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയിലെ മതേതരത്വം എന്ന വാക്ക് വെട്ടിക്കളയും. രാജ്യസഭയിൽ 3 പേർ കൂടി കൂടിയാൽ ഞങ്ങൾ ഭരണഘടനയെ ഭേദഗതി ചെയ്യും. അംബേദ്കർ എഴുതിയുണ്ടാക്കിയ നമ്മുടെ ഭരണഘടന എല്ലാ മതങ്ങൾക്കും തുല്യമായ അവകാശം നൽകുന്നുവെങ്കിൽ മതാധിഷ്ഠിത ഭരണഘടന ഉണ്ടാക്കും. മതാധിഷ്ഠിത ഭരണഘടന എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ പോലെ ആണ് എന്ന് എല്ലാവരും പറയുകയാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഒരു ഭാഗം ശരിയാ, അതുപോലെ തന്നെയാണ്. അതിനേക്കാൾ ഇച്ചിരി ക്രൂരാണെന്ന് ഞങ്ങൾ പറയും. എന്താണെന്നറിയാം? അഫ്ഗാനിസ്ഥാന്റെ പോളിസി ഏതെങ്കിലും ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇവിടെയോ ചാതുർവർണ്ണ വ്യവസ്ഥയാണ് ഏറ്റവും നല്ല സാമൂഹ്യ വ്യവസ്ഥ. ഇതാണ് RSS പറയുന്നത്. അവിടെയാണ് വലിയ ചുറ്റ്. ചാതുർവർണ്ണ വ്യവസ്ഥ ഈ രാജ്യത്തുണ്ടാക്കിയ ആപത്തുകളിൽ ഒന്ന്, ലോകത്തൊന്നുമില്ലാത്തൊരു സാധനം ഇന്ത്യയിലുണ്ട്. എന്താന്ന് പറയാമോ? ജാതിയും ഉപജാതികളും ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ചാതുർവർണ്ണ വ്യവസ്ഥ പ്രകാരം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്നവർ ഏത് വിഭാഗത്തിൽപ്പെടും? ശൂദ്ര വിഭാഗത്തിൽപ്പെടും. പിന്നോക്കക്കാർ, ദളിതർ എല്ലാം ശൂദ്ര വിഭാഗത്തിൽപ്പെടും. KL ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ടി രതീഷ്, വിനോബ, AK ശശി, അജീഷ് തോമസ്, ശങ്കർ വിജയൻ, ബേവിച്ചൻ കുഴിഞ്ഞാലി, ജോസ് എടക്കര, പോൾ ഐസക് എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി. PR പുഷ്പവല്ലി സ്വാഗതവും സാജു കുന്നേമുറി നന്ദിയും പറഞ്ഞു. തൊടുപുഴ മേഖലയിലെ ഇടവകളിലെ കുടുംബങ്ങളുടെ നവീകരണവും വിശുദ്ധീകരണവും ലക്ഷ്യമാക്കി വിവിധ ഫൊറോനകളുടെയും പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും മുതലക്കുളം സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വച്ച് 2024 മാർച്ച് 23 മുതൽ 27 വരെ നടക്കും. ഏകദേശം 50ഓളം ഇടവകയിൽ നിന്നും ആളുകൾ സംബന്ധിക്കുന്നു. വൈകുന്നേരം 4 മുതൽ 8:30 വരെയാണ് ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ 23-ാം തീയതി 4 മണിക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ മേഖലയിലെ ഇടവകകളിലെ കുടുംബങ്ങളുടെ നവീകരണവും വിശുദ്ധീകരണവും ലക്ഷ്യമാക്കി വിവിധ ഫൊറോനകളുടെയും പ്രാർത്ഥനാ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ഈ വർഷത്തെ ബൈബിൾ കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ വെച്ച് 2024 മാർച്ച് 23 ശനിയാഴ്ച മുതൽ 27 ബുധനാഴ്ച വരെ നടത്തുമെന്ന് ഫൊറോന വികാരി റവറൻ ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ BBC ന്യൂസിനോട് പറഞ്ഞു. മുതലക്കോടം പള്ളിയിൽ വെച്ച് തൊടുപുഴ മേഖല ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ്. കഴിഞ്ഞ വർഷവും തൊടുപുഴ മേഖല കൺവെൻഷൻ, ബൈബിൾ കൺവെൻഷൻ മുതലക്കുളം പള്ളിയിൽ വെച്ചാണ് നടത്തിയത്. കോതമംഗലം രൂപതയിലെ ഫൊറോനകളെയും പള്ളികളെയും 4 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. തൊടുപുഴ, മൂവാറ്റുപുഴ, പൈങ്ങോട്ടൂർ, കോതമംഗലം. അങ്ങനെ മേഖലകളായി തിരിച്ച് സഭാ നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബൈബിൾ കൺവെൻഷൻ എല്ലാ മേഖലകളിലും നടന്നു വരികയാണ്. തൊടുപുഴ മേഖല ബൈബിൾ കൺവെൻഷൻ മുതലക്കുളത്ത് വെച്ച് നടക്കുന്നത് മാർച്ച് മാസം ഈ വരുന്ന 23-ാം തീയതി മുതലാണ്. 23-ാം തീയതി ശനിയാഴ്ച തുടങ്ങി 27-ാം തീയതി ബുധനാഴ്ച അവസാനിക്കും. ബൈബിൾ കൺവെൻഷൻ 4:30 വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കും. 5:30 കൺവെൻഷൻ പ്രസംഗങ്ങൾ, പ്രഘോഷണങ്ങൾ ആരംഭിക്കും. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കോതമംഗലം രൂപതയുടെ അഭിവന്യ മെത്രാൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. ഈ കൺവെൻഷനിൽ ഏകദേശം 5 ഫൊറോനകളിൽ നിന്നായി എല്ലാ പള്ളികളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടന്നു വരികയാണ്. ഈ ബൈബിൾ കൺവെൻഷനിൽ വചന പ്രഘോഷകരായിരിക്കുന്നത്
റവറൻ ഫാദർ കുര്യൻ കാരിക്കൽ, ബഹുമാനപ്പെട്ട ബ്രദർ സാബു ആറുതൊട്ടിയിൽ, ഇവർ രണ്ടുപേരാണ്. ബഹുമാനപ്പെട്ട കുര്യൻ കാരിക്കൽ അച്ഛൻ ഏറ്റുമാനൂരുള്ള ഹാരിസ് ഭവന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ലോകത്തിൽ പലയിടത്തും ഭാരതത്തിലും വിദേശങ്ങളിലും വചന പ്രഘോഷണം നടത്തി അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബ്രദർ സാബു ആറുതൊട്ടിയിൽ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും വചന പ്രഘോഷണം നടത്തിയിട്ടുണ്ട്. രോഗശാന്തിക്കുള്ള ദൈവിക വരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ഇടവകയിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി എല്ലാ ദിവസവും വൈകുന്നേരം ഇതിന്റെ വിജയത്തിനായിട്ടുള്ള പ്രാർത്ഥന നടന്നു വരികയാണ്. ഈ തൊടുപുഴ മേഖലയിലുള്ള എല്ലാ വൈദികരും സിസ്റ്റേഴ്സും അതുപോലെ പ്രയർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വളരെയേറെ സഹകരണത്തോടെ പ്രാർത്ഥനയിലും ഇതിനുവേണ്ടിയുള്ള അധ്വാനങ്ങളിലും എല്ലാം പരിശ്രമിച്ചു വരികയാണ്. ഈ കൺവെൻഷനിലേക്ക് ഈ പ്രദേശവാസികളായ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏകദേശം 50ഓളം ഇടവകയിൽ നിന്നും ആളുകൾ സംബന്ധിക്കുന്നു. വൈകുന്നേരം 4 മുതൽ 8:30 വരെയാണ് ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിരമ്പുഴ കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കൽ, ബ്രദർ സാബു ആറുതൊട്ടിയിൽ എന്നിവർ വചനം പങ്കുവയ്ക്കും. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ 23-ാം തീയതി 4 മണിക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഈ നോമ്പ് കാലഘട്ടത്തിൽ കുടുംബ നവീകരണത്തിനായി സംഘടിപ്പിക്കുന്ന ഈ ശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി റവറൻ ഡോക്ടർ ജോർജ് താണത്തുപറമ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. ബിസിനസ് വാർത്ത. വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംസാൻ ആഘോഷങ്ങളെ വരവേൽക്കാനായി അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് 50 LED TV-കൾ സമ്മാനമായി നൽകുന്നു. വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംസാൻ ആഘോഷങ്ങളെ വരവേൽക്കാനായി അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് 50 LED TV-കൾ സമ്മാനമായും നൽകും. 19 രൂപ മുതൽ 699 രൂപ മാത്രം വിലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ഉപയോക്താക്കളിൽ എത്തിക്കുന്ന ഷോറൂമുകളാണ് അറ്റ്ലസിന് കേരളത്തിലുടനീളമുള്ളത്. ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപയോക്താക്കളിൽ എത്തിക്കാനാണ് കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകൾ എന്നും ശ്രമിക്കുന്നത്. ഉത്സവ സീസണോടനുബന്ധിച്ച് ജെൻസ്, ലേഡീസ്, കിഡ്സിനായി ഏറ്റവും പുതിയ ട്രെൻഡ്സ് ആൻഡ് കളക്ഷൻസും ഷോറൂമുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കൂടാതെ ഈസ്റ്റർ, വിഷു, റംസാൻ ആഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെയുള്ള കാലയളവിൽ കേരളത്തിലുടനീളമുള്ള അറ്റ്ലസ് ഷോറൂമുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് LED TV-കൾ സമ്മാനമായി നൽകുന്നു. ഈ ഉത്സവ സീസൺ പർച്ചേസിനായി നിങ്ങൾ എല്ലാവരെയും അറ്റ്ലസ് ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാ ഉപയോക്താക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈസ്റ്റർ, വിഷു, റംസാൻ ആശംസകൾ അറ്റ്ലസ് മാനേജ്മെന്റ് നേരുന്നു. ബിസിനസ് ഡെസ്ക്, BBC ന്യൂസ്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കോതായിക്കുന്ന് ബൈപ്പാസിലുള്ള ആദംസ് സർജിക്കൽസിൽ മോഷണം. 20,000 രൂപ നഷ്ടപ്പെട്ടതായി കടയുടമ അറിയിച്ചു. കടയുടെ ഷട്ടർ തകർന്ന നിലയിലായിരുന്നു. മോഷ്ടാക്കൾ ഷട്ടർ അറുത്തുമാറ്റി അകത്തു കയറുന്നതും
പൈസ എടുക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തൊടുപുഴയിലെ നീതി മെഡിക്കൽ സ്റ്റോറിലും മറ്റൊരു മെഡിക്കൽ സ്റ്റോറിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കോതായിക്കുന്ന് ബൈപ്പാസിലുള്ള ആദം സർജിക്കൽസിൽ മോഷണം നടന്നു. 2000 രൂപ മോഷണം പോയതായി കടയുടമ അറിയിച്ചു. കടയുടെ ഷട്ടർ കട്ട് ചെയ്ത് തകർന്ന നിലയിലായിരുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ സ്റ്റാഫാണ് ഇത് കാണുന്നത്. തുടർന്ന് മറ്റ് സ്റ്റാഫുകളെയും ഉടമയെയും വിവരം വിളിച്ചറിയിച്ചു. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിയും നൽകി. നമ്മളിന്ന് രാവിലെ കട തുറക്കാൻ വേണ്ടിയിട്ട് സിറിലാണ്, നമ്മുടെ സ്റ്റാഫാണ്. പുള്ളി വരുന്ന സമയത്ത് ഷട്ടർ കട്ട് ചെയ്തിട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് സിറിൽ നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്തു. ഞാനും വന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. വന്നു കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അവർ ഓപ്പൺ ചെയ്ത് ഉള്ളിൽ കയറിയതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ ക്യാമറ പരിശോധിച്ചപ്പോൾ അവർ നേരെ വന്ന് ഫ്യൂസ് ഊരി കടയ്ക്കകത്ത് കട്ട് ചെയ്ത് കയറി ഡ്രോയെല്ലാം തുറന്ന് അവിടെ നിന്ന് ഉണ്ടായിരുന്ന പൈസ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സപ്ലൈ വണ്ടി കീ എടുത്തുകൊണ്ട് പോയി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കാൻ ശ്രമിച്ചു. അതും നടക്കാതെ വന്നപ്പോൾ ആൾ അതും ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോന്ന് ഫ്യൂസ് കുത്തിയിട്ട് കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ രാവിലെ കട തുറക്കാൻ നോക്കുമ്പോഴാണ് ഷട്ടർ പകുതി അല്പം പൊങ്ങി കാണുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ സ്റ്റാഫാരും തുറന്നിട്ട് പോകാതിരിക്കുന്ന ഓർത്തുകൊണ്ട് ഞാൻ സ്റ്റാഫിനെ വിളിച്ചു നോക്കി. അപ്പോൾ സ്റ്റാഫ് എത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ വന്ന് നോക്കുമ്പോഴാണ് വലത് വശത്തെ താഴെ അറുത്ത് മാറ്റിയിട്ടിരിക്കുന്ന നിലയിലും പിന്നെ താഴത്തെ നമ്മുടെ ബേസ്മെൻറ്റിലേക്ക് പോകുന്ന ഇതുള്ള റാമ്പിൻ്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നതും കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ സാറിനെ വിളിച്ച് പറയായിരുന്നു. തുടർന്ന് കടയിൽ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇതിൽ മോഷ്ടാക്കൾ ഷട്ടർ അറുത്ത് മാറ്റി കടയ്ക്കുള്ളിൽ കയറുന്നതും ഫ്യൂസ് ഊരിയ ശേഷം ഡ്രേ തുറന്ന് പൈസ എടുക്കുന്നതും വ്യക്തമായി കാണാം. ഡ്രേയിലിരിക്കുന്ന താക്കോലെടുത്ത് സപ്ലൈ വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നതും പിന്നീട് തിരിച്ചിറങ്ങി ഊരിയിട്ട ഫ്യൂസ് കുത്തിവെച്ച ശേഷം നടന്നു പോകുന്നതും കാണാൻ സാധിക്കും. തൊടുപുഴയിലെ നീതി മെഡിക്കൽ സ്റ്റോറിലും മറ്റൊരു മെഡിക്കൽ സ്റ്റോറിലും മോഷണ ശ്രമം നടന്നിട്ടുള്ളതായി അറിയിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്തിന്റെ മതേതര സംസ്കാരത്തിന് BJP ഗവൺമെന്റ് അപമാനമാണെന്നും RJD ഇടുക്കി ജില്ലാ പ്രസിഡന്റ് കോയ അമ്പാട്ട്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ RJD തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബപരമായ ആവശ്യത്തിനാണ് രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് എന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. CPMന് ഇത് സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല. വിവാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും CB വർഗീസ് ചെറുതോണിയിൽ പറഞ്ഞു. രാജേന്ദ്രൻ CPM വിട്ട് BJPയിലേക്ക് പോകില്ലെന്നാണ് കരുതുന്നതെന്ന് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി. മുത്തശ്ശിയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്ക് ജീവപര്യന്ത കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മംഗളം മാനക്കുളം റോഡിൽ പേമരം വളവിൽ അപകടത്തിൽപ്പെട്ട ട്രാവലർ കൊക്കയിൽ നിന്നും ഉയർത്തി. കൂറ്റൻ ക്രെയിനിന്റെ സഹായത്താൽ ഇന്നലെ വൈകുന്നേരമാണ് വാഹനം കൊക്കയിൽ നിന്നുയർത്തി റോഡിൽ എത്തിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.